വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ എത്തുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കൾ, പ്രേക്ഷകർ, പ്രാർത്ഥനാ സഹകാരികൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. ഒരു പിതാവ്, ഒരപ്പൻ ഒരു വീട് പണിതു. നല്ല ഭംഗിയായ വീടാണ് പണിത്. നല്ല സാമ്പത്തികമൊക്കെ മുടക്കി നല്ലൊരു വീട്, 4-5 ബെഡ്റൂമുകളും അനുബന്ധമായ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല ഭംഗിയുള്ളൊരു വീട്. വീടിൻ്റെ ഹൗസ് വാമിങ്, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഡെഡിക്കേഷൻ, കയറി താമസം എന്നൊക്കെ പറയല്ലേ, പ്രാർത്ഥനയെ കഴിഞ്ഞ് അന്ന് രാത്രി മക്കളും ഭാര്യയും അപ്പനും അമ്മയും എല്ലാവരും ഒരുമിച്ച് അത്താഴത്തിനിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ വെച്ച് അപ്പൻ ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്? മൂത്ത മകൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മുറിയാണ് ഇഷ്ടം. ഞാനത് എഞ്ചിനീയറോടെല്ലാം പറഞ്ഞ് ഞാൻ ഭംഗിയായിട്ടാണ് ചെയ്യിച്ചത്. ഭാര്യ പറഞ്ഞു, എനിക്ക് അടുക്കളയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കിച്ചൺ. കാരണം അദ്ദേഹം കിച്ചനുമായിട്ടാണല്ലോ ബന്ധം. വീട്ടിലെ അപ്പച്ചൻ, 74 വയസ്സുള്ള അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ മക്കളെ, എനിക്ക് വരാന്തയാ ഇഷ്ടം. അവിടെ ഒരു ചാരുകസേരയിൽ ഇങ്ങനെ ഇരുന്ന വരുന്നവരെയും കാണാം, പോകുന്നവരെയും കാണാം, പത്രവും വായിച്ചിങ്ങനെ. അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ വരാന്തയാണ് ഇഷ്ടം. അപ്പോൾ വീട്ടിലെ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് താമസിച്ച് ഹൗസ് വാമിങ്ങിന് വന്ന മൂത്ത മോള് പറഞ്ഞു, എനിക്ക് ലിവിങ് റൂം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. കാരണം ആ മുറിക്കകത്താണ് 64 ഇഞ്ച് വലിപ്പമുള്ള TV ഇരിക്കുന്നത്. അവളൊരു TV പ്രേമിയാണ്, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. അവൾക്ക് ലിവിങ് റൂമാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഓരോരുത്തരും ആ വീട്ടിലെ ഓരോ ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവസാനം അപ്പനോട് ചോദിച്ചു, പപ്പായ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ, അപ്പൻ എന്താ ഇഷ്ടപ്പെട്ടെ? അപ്പൻ പറയാൻ പറഞ്ഞു. അപ്പൻ പറഞ്ഞു, എനിക്ക് വീട് മുഴുവനും ഇഷ്ടമാണ്. കാരണം ഞാൻ പണിതത് പോർട്ടിക്കോ മാത്രമല്ല, ലിവിങ് റൂം മാത്രമല്ല, ഞാൻ ഈ വീട് മുഴുവനും കൂടെ പണിതത്. ഈ വീട് മുഴുവനും കൂടി ഇഷ്ടപ്പെട്ടാലേ എനിക്ക് നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടാൻ കഴിയും. കാരണം നിങ്ങളെല്ലാവരും ഓരോ മുറിക്കകത്തല്ലേ. ഭാര്യയെ കാണണേ അടുക്കള വരണ്ടേ, അപ്പച്ചനെ കാണണമെങ്കിൽ പോർട്ടിക്കോയിൽ ചെല്ലണം, സിറ്റൗട്ടിൽ ചെല്ലണം, മോനെ കാണണേ മുറി ചെല്ലണ്ടേ. അപ്പൻ പറഞ്ഞു, എനിക്ക് വീട് മുഴുവൻ ഇഷ്ടമാണ്. അങ്ങനെയാണ് നമ്മുടെ ദൈവവും. നമ്മുടെ ദൈവത്തിന് ഹിന്ദുവിനെ ഇഷ്ടമാണ്, നമ്മുടെ ദൈവത്തിന് മുസൽമാനെ ഇഷ്ടമാണ്, നമ്മുടെ ദൈവത്തിന് ക്രിസ്ത്യാനിയെ ഇഷ്ടമാണ്, നമ്മുടെ ദൈവത്തിന് ജൈനനെ ഇഷ്ടമാണ്, നമ്മുടെ ദൈവത്തിന് പട്ടിണി കിടക്കുന്നവനെ ഇഷ്ടമാണ്, അപ്പോൾ തന്നെ ഫ്രിഡ്ജ് നിറച്ച് ആഹാരമുള്ളവനെ ഇഷ്ടമാണ്. നമ്മുടെ ദൈവത്തിന് വണ്ടി ഉള്ളവനെ ഇഷ്ടമാണ്, ദൈവത്തിന് വണ്ടി ഇല്ലാത്തവനെ ഇഷ്ടമാണ്. നമ്മുടെ ദൈവത്തിന് വലിയ വീടുള്ളവനെ ഇഷ്ടമാണ്, അപ്പോൾ തന്നെ റോഡിൻ്റെ വരാന്തകളിൽ, സൈഡുകളിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളിൽ, റെയിൽവേ പാളത്തിൻ്റെ പരിസരങ്ങളിൽ പ്ലാസ്റ്റിക് കൊണ്ടും പേപ്പർ കൊണ്ടും മറച്ച് അതിനകത്ത് കിടക്കുന്നവരെയും എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം ദൈവം എല്ലാവരുടെയും അപ്പനാണ്. അപ്പൻ അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുന്നേ. 10ാം ക്ലാസ് തോറ്റ മോനെ അപ്പന് ഇഷ്ടമാ, 10ാം ക്ലാസ് ജയിച്ചവനെ അപ്പന് ഇഷ്ടമാ. തോറ്റ മോൻ എൻ്റെ മോനല്ലെന്ന് അപ്പൻ പറയുവോ? നോ, ഒരിക്കലുമില്ല. ദൈവം അപ്പനാ. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, പള്ളിയുടെ പേരിൽ, അമ്പലത്തിന്റെ പേരിൽ, മോസ്കിന്റെ പേരിൽ അടിപിടി കൂടുന്നവരെല്ലാവരും ഈ മെസ്സേജ് കേൾക്കണം. കേട്ടിട്ട് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. സൃഷ്ടിതാവ്, മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഭൂമിയിൽ ജീവിക്കുന്ന 800 കോടി ജനങ്ങളുടെ അപ്പനാണ് അപ്പൻ. അപ്പന് എല്ലാവരെയും ഇഷ്ടമാണ്, നിങ്ങളെയും എന്നെയും ഇഷ്ടമാണ്. ഗോഡ് ബ്ലസ് യു.